റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക് അപ്ഡേഷൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് M4 Maxൻ്റെ ഇൻട്രൊഡക്ഷൻ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് M4 Mac Mini. ഏതാനും ദിവസങ്ങൾ M4 Mac Miniയുടെ ബേസ് മോഡൽ ഉപയോഗിച്ച് നോക്കിയപ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയാം. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റും ചീപ്പസ്റ്റുമായിട്ടുള്ള പ്രൊഫഷണൽ ഗ്രേഡ് കമ്പ്യൂട്ടറാണ് ഇത്. ഇത് കോമ്പാക്റ്റും സ്റ്റൈലിഷുമാണ്. വീഡിയോ സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്പിൾ ടിവിയേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. ഇതിനു മുൻപ് റിലീസായിരുന്ന M2 Mac Miniയേക്കാൾ വളരെ ചെറുതാണ്. ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സെറ്റപ്പുകളിൽ പോലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇത് വളരെ സൈലൻറ്റുമാണ്. ഫാൻ നോയ്സോ അതുപോലുള്ള ഡിസ്ട്രാക്ഷൻസോ ഒന്നുമില്ല. സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞെന്ന് വരില്ല. ഇതിൻ്റെ വലിപ്പം ചെറുതാണെങ്കിലും പെർഫോമൻസ് അങ്ങനെയല്ല. ഈ അടുത്ത് റിലീസായിട്ടുള്ള എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസും പോസ്റ്റ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറുകളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് AI ബേസ്ഡ് ടൂൾസിനാണ്. DaVinci Resolve 19ലും Final Cut Pro 11ലും ഇത്തരം ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും പുതിയ AI ബേസ്ഡ് ഫീച്ചർ പോലും ബട്ടർ സ്മൂത്ത് ആയിട്ടാണ് ഈ ബേസ് മോഡൽ Mac Mini ഹാൻഡിൽ ചെയ്യുന്നത്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മെഷീനാണ് ഇതെന്നാണ്. ഉദാഹരണമായിട്ട് Final Cut Pro 11ലെ മാഗ്നറ്റിക് മാസ്കും DaVinci Resolveലെ ചില AI ടൂൾസും വളരെ നല്ല രീതിയിൽ ഈ Mac Miniയിൽ പ്രോസസ് ചെയ്യും. വളരെ ഇംപ്രസീവായ റിസൾട്ടാണ് ടെസ്റ്റിങ്ങിൽ എനിക്ക് കിട്ടിയത്. ഞാൻ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വിൻഡോസ് വർക്ക് സ്റ്റേഷനെ ഈ 60,000 രൂപയുടെ കുട്ടി കമ്പ്യൂട്ടർ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഔട്ട് പെർഫോം ചെയ്തു. ഏകദേശം ഇതിൻ്റെ 5-6 ഇരട്ടി വില വരും ആ വിൻഡോസ് വർക്ക് സ്റ്റേഷൻ. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി ശ്രദ്ധിച്ചാൽ ഒരു പവർ ഹൗസ് കമ്പ്യൂട്ടറിൻ്റെ അത്രയും പോർട്സ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 3 Thunderbolt 4 പോർട്സും ഒരു HDMI പോർട്ടും ഒരു ഈതർനെറ്റ് പോർട്ടുമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ 2 USB-C പോർട്സും ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. പക്ഷേ ഇവിടെയാണ് ആപ്പിൾ ഇതൽപ്പം ട്രിക്കിയാക്കിയിരിക്കുന്നത്. ഇതിൽ 3 Thunderbolt 4 പോർട്സ് ഉണ്ടെങ്കിലും അത് പാരലൽ പോർട്സ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ പോർട്സ് ഒരേ സമയം ഉപയോഗിച്ചാൽ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഷെയ്ഡ് ആകും. മൾട്ടിപ്പിൾ ഗാഡ്ജറ്റ്സ് ഒരേ സമയം ഉപയോഗിച്ചാൽ സ്പീഡ് ഡിവൈഡ് ആവുകയും ചില സമയത്ത് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ബാൻഡ്വിഡ്ത്ത് ഹെവി ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചപ്പോൾ കണക്ഷൻ ഡ്രോപ്സ് ഉണ്ടാവുകയും പിന്നീട് ആ ഡിവൈസ് ഡിറ്റക്റ്റ് ആവാതിരിക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ SSDയുടെ സ്പീഡ് നോക്കിയാൽ 2000 to 2800 Mbps റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് തരുന്നുണ്ട്. മിക്കവാറും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോസിൽ ഇത് നല്ലൊരു സ്പീഡാണ്. പക്ഷേ M4 Pro, M4 Max മോഡൽസിൻ്റെ ഇൻറ്റേർണൽ SSDയുടെ സ്പീഡ് 5000 to 8000 Mbps ആണ്. ബ്ലേസിംഗ് ഫാസ്റ്റ് സ്പീഡ് നിങ്ങളുടെ വർക്ക് ഫ്ലോ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബേസ് മോഡൽ M4 Mac Mini നിങ്ങൾക്ക് സ്യൂട്ട് ആകില്ല. Mac Miniയുടെ പുതിയ ഡിസൈനിൽ കുഴപ്പം പിടിച്ച ഒരു കാര്യമായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. പഴയ Mac Miniയിൽ ഇത് പിറകിലായിരുന്നു. പുതിയതിൽ ഈ ജാക്ക് ഫ്രണ്ടിലേക്ക് മാറ്റി. ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുന്നതിന് ഇത് ഹാൻഡി ആണെങ്കിലും സ്പീക്കേഴ്സിൻ്റെ കേബിൾ കണക്ഷൻ സാധാരണ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡെസ്ക്ടോപ്പ് സെറ്റപ്പുകളിൽ ഒരു ക്ലട്ടേർഡ് ഫീലിംഗ് ജനറേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ്: M4 Mac Mini ബേസ് മോഡൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സെറ്റപ്പിൽ മൾട്ടിപ്പിൾ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു Thunderbolt ഡോക്ക് കൂടെ വാങ്ങുന്നത് നന്നായിരിക്കും. കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കുന്നതിനും ഈ വർക്ക് സ്റ്റേഷൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്ഫുൾ ആണ്. സോ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ഡെസ്ക്ടോപ്പ് വർക്ക് സ്റ്റേഷനാണ് ബേസ് മോഡൽ M4 Mac Mini. അധികം പൈസ സ്പെൻഡ് ചെയ്യാതെ പ്രൊഫഷണൽ ഗ്രേഡ് പെർഫോമൻസ് ആവശ്യമുള്ളവർക്ക് ഈ മെഷീൻ വളരെ ഐഡിയലാണ്. Thunderbolt 4 പോർട്സിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഷെയറിങ്ങിലും മോഡറേറ്റ് SSD സ്പീഡ്സിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഓവറോൾ പെർഫോമൻസ് കൊണ്ടും പോർട്ടബിലിറ്റി കൊണ്ടും പ്രൈസ് കൊണ്ടും M4 Mac Mini ഒരു അബ്സല്യൂട്ട് വിന്നറാണ്. നല്ല ഡിസ്കൗണ്ടോട് കൂടി ഈ Mac Mini നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് സിനിമ സെലോ.